മുതിർന്ന CPM നേതാവ് മുൻ മന്ത്രി ജി സുധാകരൻ അല്ലെങ്കിൽ തന്നെ നിലവിലുള്ള CPM നേതൃത്വവുമായി അത്ര സ്വരച്ചേർച്ചയിലല്ല. അതിനിടയിൽ ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ വേദിയിൽ വെച്ച് VD സതീശൻ അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കുന്നത് കണ്ടു. ഒപ്പം ഈ സനാതനധർമ്മത്തിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായി ജി സുധാകരൻ ആ വേദിയിൽ വെച്ച് സംസാരിക്കുന്ന നമ്മൾ കാണുകയാണ്. ഇന്നിപ്പോൾ ജി സുധാകരനെതിരെ സൈബറിടങ്ങളിൽ ഈ CPM പോരാളി ഗ്രൂപ്പുകളിൽ നിന്ന് വ്യാപകമായ വിമർശനങ്ങൾ ഉയരുന്നത് കാണുന്നു. ജി സുധാകരൻ്റെ സഹോദരനെ കൊന്നത് കോൺഗ്രസ്സുകാരൻ, ആ ഓർമ്മ പോലും സുധാകരനില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിൽ സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റ് അകാല ചരമം പ്രാപിച്ചു കഴിഞ്ഞു എന്നിങ്ങനെ നീളുന്നതാണ് വിമർശനങ്ങൾ. അപ്പോൾ കുറെ കൂടി നേതൃത്വവുമായുള്ള അകലം കൂട്ടുകയാണ് സുധാകരൻ എന്നതുകൂടി സംസാരിക്കുകയാണ്. നിഷാദ്, വേണമെങ്കിൽ സുധാകരൻ ആ KPCC പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നൊരു ലൈൻ എടുക്കാമായിരുന്നു. പക്ഷെ ബോധപൂർവം അദ്ദേഹം പങ്കെടുത്തതാണോ, അതൊരു നിലപാട് പ്രഖ്യാപിക്കലായിരുന്നു എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. നിലപാട് പ്രഖ്യാപിക്കലാണെന്ന് ചോദിച്ചാൽ ബോധപൂർവമാണ് അദ്ദേഹം KPCCയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നത്. കാരണം അദ്ദേഹം CPIM-നകത്ത് സന്തോഷത്തോടെ അല്ല ഇപ്പോൾ നിൽക്കുന്നത്. സന്തോഷത്തോടെയും തൃപ്തിയോടെയുമാണ് പാർട്ടിക്ക് അദ്ദേഹം നിൽക്കുന്നതെങ്കിൽ, താൻ എല്ലാ അർത്ഥത്തിലും പരിഗണിക്കപ്പെടുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഉറപ്പായും KPCCയുടെ ക്ഷണം നിരസിച്ചേനെ. ഞാൻ എന്തിന് KPCCയുടെ ക്ഷണം നിരസിക്കണം, ഇവിടെ ഞാൻ പരിഗണിക്കപ്പെടുന്നില്ലല്ലോ എന്ന ആലോചനയിൽ നിന്നാണ് അദ്ദേഹം KPCCയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് സാധാരണ നിലയ്ക്ക് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ വളരെ കാർക്കശ്യക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരനും മാർക്സിസ്റ്റും പാർട്ടിക്കാരനുമാണ് അദ്ദേഹം. മുൻപത്തെ സുധാകരൻ്റെ ഒരു പക്ഷേ നമുക്കിങ്ങനെ കാണാൻ കഴിയുമായിരുന്നില്ല. ഇന്നിപ്പോൾ അദ്ദേഹം പരിപാടികളിൽ പങ്കെടുക്കാനുള്ള തീരുമാനം, പരിപാടികളിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാത്തിലും അസാധാരണമായ പലതും കാണേണ്ടി വരികയാണ്. അപ്പോൾ സുധാകരൻ നമുക്ക് കഴിഞ്ഞ കുറേ കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ എടുത്താൽ തന്നെയും കാണാൻ അദ്ദേഹം ഒട്ടും ഹാപ്പി അല്ലാത്തതിൻ്റെ കാരണം എല്ലാവരും ഇപ്പോഴും പറയുന്നു ജി സുധാകരൻ മികച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു, അദ്ദേഹം നീതിമാനായ മന്ത്രിയായിരുന്നു, പ്രതിപക്ഷം പുകഴ്ത്തുന്നു. ഏതെങ്കിലും ലെഫ്റ്റ് സർക്കിളിലുള്ള ആൾക്കാർക്ക് പോലും അദ്ദേഹത്തെക്കുറിച്ച് ഒരുതരത്തിലുള്ള വിരുദ്ധാഭിപ്രായമില്ല. കഴിഞ്ഞ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടർച്ച ഉറപ്പാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വകുപ്പുകൾ എടുത്തു നോക്കിയാൽ ഒന്ന് ആരോഗ്യവും പൊതുമരാമത്ത് വകുപ്പുകളാണ്. അതിൽ ജി സുധാകരൻ്റെ പെർഫോമൻസും KK ശൈലജയുടെ പെർഫോമൻസും സർക്കാരിൻ്റെ തുടർച്ച ഉറപ്പാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ആർക്കും ഇത് തർക്കമില്ല. കഴിഞ്ഞ സർക്കാരിനെ പോപ്പുലറാക്കി നിലനിർത്തുന്നതിൽ വലിയ മേജർ ഫാക്ടർ അവരായിരുന്നു. പക്ഷേ വളരെ പെടുന്നതിനെ പാർട്ടിയുടെ നേതൃത്വം ഇവരൊന്നും ഇനി തുടരേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുന്നു, മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുന്നു. അപ്പോൾ സാധാരണ അദ്ദേഹം വിചാരിക്കുന്നത് അങ്ങനെയല്ല. അതിൽ കൂടുതൽ പ്രായമുള്ള ആളുകൾ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വിചാരിച്ചിരിക്കവേ മത്സരിക്കേണ്ടതില്ലെന്നും തുടരേണ്ടതില്ലെന്നും മന്ത്രിയാവേണ്ടതില്ലെന്നൊക്കെ പാർട്ടി എടുത്ത തീരുമാനം സുധാകരൻ എന്ന് പറയുന്ന CPIM-കാരനെ ദഹിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. എന്തിനാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ആ തീരുമാനം കൊണ്ട് പാർട്ടിക്കുണ്ടായ ഗുണം എന്താണ്? പാർട്ടി എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ഒരു സമീപനത്തിൻ്റെ തുടർച്ചയാണോ ഇത് എന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. മനസ്സിലാവാത്ത വേറെയും കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും പൂർണ്ണമായി അതിനോട് ദഹിച്ചിട്ടില്ല. താൻ അകാലത്തിൽ മാറ്റി നിർത്തപ്പെട്ടു, അസമയത്ത് തൻ്റെ കരിയർ അവസാനിപ്പിക്കപ്പെട്ടു എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഒരു വിവാദങ്ങളുടെയും ഒരു ഷെയ്ഡില്ലാത്ത ആളാണ്. എല്ലാ അർത്ഥത്തിലും എല്ലാവരും നല്ല ഒരു നേതാവെന്ന് പറയുന്ന ഒരാൾ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ അവസാനിപ്പിക്കേണ്ടി വരുന്നു. അദ്ദേഹത്തിനുണ്ടാക്കിയിട്ടുള്ള ഷോക്കിൽ നിന്ന് അദ്ദേഹം ഇനിയും പൂർണ്ണ വിമുക്തനായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് അതുണ്ടാക്കുന്ന ഒരു അസ്വസ്ഥതയിൽ നിന്നാണ് അദ്ദേഹം ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നടത്തുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തെ പോലെ ആൾക്ക് CPIM-ൽ നിന്ന് വിട്ടുപോകാനോ കോൺഗ്രസിൻ്റെ ഭാഗമാകാനോ അല്ലെങ്കിൽ അങ്ങേ അറ്റം പോയാൽ സംഘപരിവാറിൻ്റെ ഭാഗമാകാനോ ഒരു നിലയ്ക്കും കഴിയില്ല. കാരണം എന്താണ്? അദ്ദേഹം അങ്ങനെ ഒരു അധികാരപ്രേമിയായിട്ടുള്ള മനുഷ്യനല്ല. കാരണം അധികാരപ്രേമത്തിൻ്റെ പ്രശ്നമല്ല ഇത്, മറിച്ച് താൻ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവഗണിക്കപ്പെട്ടു, തന്നോട് അനീതി ചെയ്തു എന്ന ബോധ്യമാണ് അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ കസേര പോയല്ലോ എന്ന പ്രശ്നമല്ല. ഞാൻ അനീതിക്കിരയായി എന്ന് വ്യക്തിപരമായി അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവണം. ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് CPIM-ൽ നിന്ന് ഇറങ്ങിപ്പോകാനോ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമാകാനോ കഴിയില്ല. എന്നാൽ അദ്ദേഹത്തിന് അതിനോടുള്ള ഒരു ഓർഗാനിക്കായ ബന്ധത്തിൽ ഉളച്ചിലുണ്ട്. അതിന് അദ്ദേഹം കാരണങ്ങൾ കണ്ടെത്തുകയാണ്. അദ്ദേഹം KPCCയുടെ പരിപാടിയിൽ പങ്കെടുക്കും. അവിടെ ചെല്ലുമ്പോൾ പ്രതിപക്ഷത്തെ നേതാക്കൾ അദ്ദേഹത്തെക്കുറിച്ച് പുകഴ്വാചകങ്ങൾ പറയും. അവിടെ അദ്ദേഹം പ്രസംഗിക്കും. അദ്ദേഹം സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട CPIM ഇപ്പോൾ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെയും പ്രസംഗിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റായ കാര്യങ്ങൾ പറയും. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ RSS-മായി ബന്ധമില്ലാത്തതാണ്, ചാതുർവർണ്ണയവുമായി അതൊരു ബന്ധമില്ല. ചാതുർവർണ്ണയ കാലത്തിന് മുമ്പേ തന്നെ സനാതനധർമ്മം എന്ന ആശയമുണ്ട്, അത് ഗാന്ധി തന്നെയും അതിൻ്റെ ആളായിരുന്നു അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് പാർട്ടിയോടുള്ള തൻ്റെ വിയോജിപ്പ് പ്രകടമാക്കാൻ, പാർട്ടിയും ഞാനും തമ്മിലത്തെ സുഖത്തിലല്ല എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ചില കടന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. ഇതുവരെ പക്ഷേ കടന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അദ്ദേഹം നടത്തുന്നുണ്ടെന്ന് പ്രത്യേകമായി കാണുന്നത്. അദ്ദേഹം ബ്രാഹ്മണ്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ കുഴപ്പങ്ങളുണ്ട്. സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റിലും പ്രശ്നമുണ്ട്. ഗാന്ധി സനാതനധർമ്മത്തിൽ വിശ്വസിച്ചിരുന്നു എന്നതുകൊണ്ട്
സനാതനധർമ്മം പൂർണ്ണാർത്ഥത്തിൽ ശരിയാണ് എന്ന് വിചാരിക്കുന്നവരല്ല ഹിന്ദു സമുദായത്തിനകത്തുള്ള ആൾ തന്നെയും. ഏറ്റവും കൂടുതൽ ഹിന്ദു ഈ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട എതിരഭിപ്രായങ്ങൾ ഉയർത്തുന്ന ആൾ തന്നെ ആ കമ്മ്യൂണിറ്റിക്കകത്തുനിന്നുള്ള ആൾക്കാരാണെന്ന് തന്നെ കാണണം. അതിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന് താഴെയുള്ള മനുഷ്യർ ഞങ്ങൾ അതിൻ്റെ ഇരകളാണ് എന്ന പ്രശ്നം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിലെ ദ്രവീഡിയൻ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ സനാതനധർമ്മത്തിനെതിരായിട്ടാണ് അവരുടെ പൊളിറ്റിക്കൽ പൊസിഷൻ പോലും. അതിന് വലിയ സ്വീകാര്യതയും അവിടെ കിട്ടുന്നുണ്ട്. ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവായിരിക്കുമ്പോൾ തന്നെ, മഹാത്മാവെന്ന് വിളിക്കപ്പെടുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വിമർശിക്കപ്പെടുന്ന നിലപാടുകളിൽ പലതിലൊന്ന് അദ്ദേഹം ജാതിയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടാണ്. അദ്ദേഹം ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന പരിപാടിയാണിത്. ആ കൂടിക്കാഴ്ചയിൽ തന്നെ ജാതി സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമല്ലേ എന്ന് ഗുരുവിനോട് ഗാന്ധി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗുരുവിനെ പോലെ വളരെ എന്താ പറയുന്നത് നവോത്ഥാന ആശയങ്ങൾ കൊണ്ടുവന്ന പുരോഗമനവാദിയായ ഒരു മനുഷ്യനെ കാണുമ്പോൾ തന്നെ, ഒരു ദാർശനിക പുരുഷനെ കാണുമ്പോൾ പോലും ജാതി നിലനിൽക്കേണ്ടത് ആവശ്യമല്ലേ എന്ന ചോദ്യം ചോദിക്കാൻ മടി കാണിക്കാതിരുന്ന ആളാണ് ആര്? മഹാത്മാഗാന്ധി. അദ്ദേഹം ജാതി വ്യവസ്ഥയെ പിന്തുണയ്ക്കുകയും അത് വിശ്വാസത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പിന് അത് വേണമെന്ന് വിചാരിക്കുകയും ചെയ്ത ആളാണ്. ഇന്നത്തെ ഒരു കാലത്ത് ഗാന്ധിയുടെ ആ പൊസിഷനെ നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ഗാന്ധി വിമർശിക്കപ്പെടുന്ന പല ഏരിയകളിലൊന്നും അദ്ദേഹം ജാതിയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാടാണ്. അതുകൊണ്ട് ഗാന്ധി സനാതനധർമ്മത്തെ പിന്തുണച്ചിരുന്നു എന്നതുകൊണ്ട് സനാതനധർമ്മം ശരിയാണെന്ന് സ്ഥാപിക്കാൻ ജി സുധാകരൻ ശ്രമിക്കുന്നതിൽ വസ്തുതാപരവും യുക്തിപരവുമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ആഴത്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കെ വി തോമസിനെ കുറിച്ച് പറഞ്ഞു. കെ വി തോമസ് 3 തവണ എത്രയോ തവണ CPI ഇപ്പം ഈ സെബാസ്റ്റ്യൻ മോൾ എത്രയോ തവണ ആ നാണം കെടുത്തുമ്പത്തിൽ നമ്മളെ തോൽപ്പിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിക്കുന്നു. എനിക്ക് ആകെ കിട്ടുന്ന 35,000 രൂപയാണ്. അതിൽ തന്നെ 9,000 രൂപ പാർട്ടിക്ക് ലവി കൊടുക്കണം. നമ്മളൊക്കെ എന്ത് നേടി? പാർട്ടി ശത്രുക്കളായ മനുഷ്യർ കൂടുതൽ പദവികൾ നേടുന്നു. എന്നെപ്പോലെ അർഹരായ മനുഷ്യർ നിരാകരിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് പാർട്ടി ശത്രുക്കളായിരുന്നു ഒരു കാലം വരെ പാർട്ടിക്കെതിരായിരുന്ന ആളുകൾ ഇപ്പോൾ പാർട്ടിയുടെ അധികാരത്തിൻ്റെ തണലിൽ വലിയ പദവികൾ നേടി ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലമായി. അത് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നം ഒരുപക്ഷെ ലെഫ്റ്റ് സർക്കിളിനകത്ത് തന്നെയുള്ള ആളുകൾ ഷെയർ ചെയ്യുന്നൊരു വികാരമായിരിക്കാം. പക്ഷേ ഇത് ഒരു രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ഒട്ടും ഹാപ്പി അല്ലാതായിട്ട് നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ സമീപകാലത്തെ ആക്ടിവിറ്റീസ് എല്ലാം വ്യക്തമാക്കുന്നത്. ആ അൺഹാപ്പിനെസ് പ്രകടമാക്കാൻ അദ്ദേഹം സ്വീകരിക്കുന്ന വഴികളാണ് ഈ കാണുന്നതൊക്കെയും. അതിൽ പക്ഷേ അദ്ദേഹം ചിലപ്പോഴൊക്കെ പരിധി കവിഞ്ഞു പോവുകയും അപ്പുറം പോവുകയും ചെയ്യുന്നുണ്ട്. ഇവരെ അടിക്കാൻ ഇപ്പോൾ കിട്ടുന്ന വടികളായി അദ്ദേഹം എടുക്കുന്നതെല്ലാം അദ്ദേഹത്തെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് എടുക്കേണ്ടതാണോ എന്ന കാര്യവും ആലോചിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. CPM-നെ സംബന്ധിച്ച് അവർ ഇത്തരം അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദങ്ങൾ, അദ്ദേഹം ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങൾ CPM ഒരു ഫാക്ടറായി ഇനി എടുക്കുമെന്ന് വിചാരിക്കാനും വയ്യ. ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ തള്ളി തുടങ്ങിയിരിക്കുന്നു. സൈബർ കോമ്രേഡ്സ്, സഹോദരനെ കൊന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ നടയിൽ കയറുന്നതുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചു. സുധാകരനോട് എപ്പോഴും അടുപ്പമുണ്ടായിരുന്ന അവരുടെ സൈബർ കോമ്രേഡ്സിനെ അദ്ദേഹത്തെ പതിയെ തള്ളി തുടങ്ങിയിരിക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സമീപ ദിവസങ്ങളിലെ പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ അതിൻ്റെ റീച്ച് നമ്മൾ കാണുന്നതാണ്. അതിന് കിട്ടുന്ന റിയാക്ഷൻസൊക്കെ എടുത്ത് നോക്കണം, വളരെ കുറവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഒരു അവസാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പക്ഷേ അദ്ദേഹം പോലും ആഗ്രഹിക്കാത്ത ദൗർഭാഗ്യകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് പോയി ഒടുങ്ങുന്നതെന്ന് തോന്നുന്നു. അജിംസ്, സുധാകരനെ വളർത്തിയത് പാർട്ടിയാണ്. പലതവണ MLA ആക്കി, 2 തവണ മന്ത്രിയാക്കി. എല്ലാറ്റിനും ഒടുക്കം പാർട്ടിക്ക് ഘടകവിരുദ്ധമായ ലൈനിലൂടെ സുധാകരൻ സഞ്ചരിക്കുന്നത് ശരിയല്ല എന്ന് പോരാളികൾ പറയുന്നുണ്ടെങ്കിൽ അതിനും ശരിയില്ലേ? ഈ CPM-നെ സംബന്ധിച്ചാൽ വ്യക്തികളുടെ ആഗ്രഹത്തിന് പാർട്ടിയുടെ ആഗ്രഹങ്ങളുടെ മുകളിൽ പ്രസക്തിയില്ല. ഇപ്പോൾ ഒരു പാർട്ടിയിൽ ഒരാൾ പ്രവർത്തിക്കുകയാണ്, ദീർഘനാൾ പ്രവർത്തിക്കുകയാണ്. അയാൾ പാർട്ടിയെ സേവിക്കുന്നുണ്ട്, ജനങ്ങളെ സേവിക്കുന്നുണ്ട്. പാർട്ടി അദ്ദേഹത്തെ ചില ചുമതലകൾ ഏൽപ്പിക്കുന്നുണ്ട്. ആ ചുമതലകൾ ഏൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം MLA ആവുന്നതോ മന്ത്രിയാവുന്നതൊക്കെ. അപ്പോൾ ഒരാൾക്ക് സ്വയം തോന്നുകയാണ്, അടുത്ത തവണ ഇടതുപക്ഷ സർക്കാർ LDF സർക്കാർ വരികയാണെങ്കിൽ ഞാനതിൽ മന്ത്രിയായാൽ കൊള്ളാം. ചിലപ്പോൾ അയാൾ യോഗ്യനായിരിക്കാം, അതിന് പറ്റിയ ആളായിരിക്കാം. പക്ഷേ പാർട്ടി വേറൊന്ന് തീരുമാനിക്കുകയാണ്, അത് നടപ്പാവുകയാണ്. ഇപ്പോൾ 1ാം പിണറായി സർക്കാർ കഴിഞ്ഞു. 1ാം പിണറായി വിജയൻ സർക്കാരിൽ ഇപ്പോൾ നിഷാദ് പറഞ്ഞ പോലെ ഏറ്റവും മികച്ച പെർഫോമറായിരുന്നു ജി സുധാകരൻ. അവിടെ മാത്രമല്ല, US-ൻ്റെ സർക്കാരിലും അദ്ദേഹം വളരെ മികച്ച മന്ത്രിയായിരുന്നു. ഒന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സവിശേഷതകളാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സവിശേഷതകളാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. അതിൻ്റെ ഒരു കാരണം വിയറിങ് ഹാർട്ട് ഓൺ ദ സ്ലീവ് എന്ന് പറയുന്ന പോലെ ഉള്ളിലുള്ളത് തുറന്നു പറയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. വളരെ ഉള്ളിലുള്ളത് വളരെ പച്ചയ്ക്ക് തുറന്നു പറയുന്ന ഒരു മനുഷ്യനാണ്. അഴിമതിക്കാരനല്ല, എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മിനിസ്റ്ററായിരുന്നു. അതുകൊണ്ട് തന്നെ PWD പോലെ അഴിമതി നടക്കാൻ ഒരുപാട് സാധ്യതകളുള്ളൊരു വകുപ്പിനെ വളരെ മികച്ചതാക്കി അദ്ദേഹം കൊണ്ടുപോയി 2 പ്രാവശ്യം. അപ്പം പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വരുന്ന മുഹമ്മദ് റിയാസിന് മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളി ജി സുധാകരനോട് മത്സരിച്ച് അത്രത്തോളം മികച്ചൊരു മന്ത്രിയാവുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി. അപ്പം ഈ 1ാം പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെ ബാക്കി എല്ലാ മന്ത്രിമാരെയും മാറ്റാനും പുതുമുഖങ്ങളെ കൊണ്ടുവരാനും പാർട്ടി തീരുമാനിച്ചു. പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് കുറേ അധികം ആളുകൾ ഒഴിവാക്കണം, കുറേ അധികം ആളുകൾ ഉൾപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ
ഈ ഒഴിവാക്കപ്പെടേണ്ട ആളുകൾക്ക് ഇല്ലാത്തതും ഉൾപ്പെടുത്തേണ്ട ആൾക്കാർക്ക് വേണ്ടതായ യോഗ്യതയും നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്താൽ മതി. യഥാർത്ഥത്തിൽ അവിടെ നടന്നതാണ്. അത് പിണറായി വിജയന് ബാധകമല്ലായിരുന്നു. പക്ഷേ ഒരുപാട് അർഹരായിട്ടുള്ള, നമുക്ക് പുറമേ നോക്കുമ്പോൾ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ നമുക്ക് പൊതുജനം എന്ന് തോന്നുമ്പോൾ ഇവരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു നല്ലതായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇവർ തുടർന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇവർ ഈ കുറി മത്സരിക്കുന്നില്ലേ, അടുത്ത തവണ അവർ മന്ത്രിയാവേണ്ടതല്ലെന്ന് തോന്നിയപ്പോൾ ഒരുപാട് മുഖങ്ങൾ CPM ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഉദാഹരണം പറയാം. പ്രദീപ് കുമാർ ദീർഘകാലം അദ്ദേഹം MLA ആയിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു രണ്ടാം പിണറായി വിജയൻ സർക്കാർ പരിപാടിയിൽ ഉറപ്പായിട്ടും അദ്ദേഹം മത്സരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ ആ പ്രദീപ് കുമാർ എന്നുള്ള പേര് എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ? അദ്ദേഹം വിസ്മൃതിയിലായിപ്പോയി. അദ്ദേഹം പാർട്ടി രംഗത്ത് സജീവമായിരിക്കാം, അദ്ദേഹം ഇപ്പോൾ ഇല്ല. നമ്മുടെ ഗുരുവായൂർ MLA KV അബ്ദുൽ ഖാദർ അത് ജില്ലാ സെക്രട്ടറി ആയിപ്പോൾ. ഞാൻ പറയുന്നത്, അപ്പോൾ പാർട്ടി തീരുമാനിക്കുകയാണ് അവരൊന്നും വേണ്ട, ഐസക് വേണ്ട, സുധാകരൻ വേണ്ട, ശൈലജ ടീച്ചർ വേണ്ട എന്നൊക്കെ പാർട്ടി അങ്ങ് തീരുമാനിക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് അവർക്കാണല്ലോ കൂടുതൽ നന്നായി അറിയുക, ആരാണ് കൂടുതൽ പെർഫോം ചെയ്യുക, പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊതുജനങ്ങളുടെ അഭിപ്രായത്തിന് വലിയ വിലയൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ വളരെ സീനിയറായിട്ടുള്ള നേതാവാണ്. ഒരു കാലഘട്ടത്തിൽ ആലപ്പുഴ ജില്ലയിൽ പാർട്ടിയുടെ മുഖവും നേതാവുമാണ് അദ്ദേഹം, നേതൃത്വമാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ഒരു തരത്തിലുള്ള വിരുദ്ധാഭിപ്രായമില്ല. അതായത് അദ്ദേഹം ചെയ്ത് മോശമായിപ്പോയി, അല്ലെങ്കിൽ ഇങ്ങനെ മോശമായിപ്പോയി, അദ്ദേഹം രാഷ്ട്രീയമായോ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ എന്തെങ്കിലും മോശം കാര്യം ചെയ്തു എന്ന് ആർക്കൊരു അഭിപ്രായമില്ല. പക്ഷേ പാർട്ടിയിൽ സ്വാഭാവികമായി ഉണ്ടായിരുന്ന ഗ്രൂപ്പിസത്തിൻ്റെയും വിഭാഗീയതയുടെയും ഇരയും പ്രയോക്താവും ഒക്കെ ആയിരുന്നു അദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കുഴപ്പമല്ല, അത് പാർട്ടിയുടെ കുഴപ്പമാണ്. അപ്പം അദ്ദേഹത്തെ പോലെ ഇപ്പോൾ ഐസക് ജി സുധാകരൻ, അങ്ങനെ രണ്ട് മഹാമേരുക്കളെയാണ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് അവർ പാർട്ടി ഷെഡിൽ കയറ്റിയത്. അതായത് വേണ്ട, മത്സരിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത്. അത് ഉൾക്കൊള്ളാൻ എന്ത് കഴിയുന്നില്ല, സുധാകരനെ പോലൊരു നിർമ്മല മനസ്സിന് കഴിയുന്നില്ല. എന്തിനാണ് എൻ്റെ പാർട്ടി അവഗണിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. കാരണം ഞാൻ അഴിമതി ചെയ്തിട്ടില്ല, ഞാൻ പണം സമ്പാദിച്ചിട്ടില്ല, ഞാൻ പാർട്ടിയെ സേവിച്ചു, എനിക്ക് ഇനിയും നന്നായിട്ട് ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ട് തുടരാൻ കഴിയും, എന്നോട് മത്സരിക്കേണ്ട എന്ന് പറയുന്നു. എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിനിഷ്ഠമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണിത്. പക്ഷെ അത് പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹത്തിൻ്റെ ആ കൺസേണിനെ അഡ്രസ്സ് ചെയ്യാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഓപ്പണായിട്ട് അത് പറയേണ്ടി വരുന്നത്. നിഷാദ് ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ KPCCയുടെ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പാർട്ടി മാറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം പാർട്ടി പ്ലീനത്തിലും പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച സെമിനാറുകളിലും മറ്റ് പാർട്ടിക്കാരും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് CPM സംസ്ഥാന സമ്മേളനത്തിന് തൊട്ട് മുമ്പ് കാണുന്ന സെമിനാറിൽ BJPക്കാർ പങ്കെടുത്തിരുന്നു. ഒരു സെമിനാറിനോടനുബന്ധിച്ചാണ് ഇതും അതുപോലൊരു സെമിനാർ മാത്രമാണ്. ആ സെമിനാറിൽ സുധാകരൻ പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് നാളെ പോയി അദ്ദേഹം കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അവിടെ അദ്ദേഹം പ്രസംഗിച്ച കാര്യങ്ങൾ അത് ഈ ഗാന്ധി ഗുരു കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ടുള്ള സെമിനാർ ആയതുകൊണ്ട് തന്നെ സനാതന ധർമ്മം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോയിൻ്റ് തന്നെയാണ്. അതിൻ്റെ ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നാരായണ ഗുരു സനാതന ധർമ്മം വിശ്വസിച്ചിരുന്നോ ഇല്ലേ, അദ്ദേഹം ഒരു ഹിന്ദു സന്യാസിയായിരുന്നോ അല്ലേ, തുടങ്ങിയ തർക്കങ്ങളൊക്കെ ഉണ്ട്. ഗാന്ധി ആവട്ടെ, ഗാന്ധി ഒരു പ്രാക്ടീസിങ് ഹിന്ദു ആയിരിക്കും തന്നെ, സനാതനധർമ്മം പ്രാക്ടീസ് ചെയ്തിരിക്കെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുകയും ഐക്യത്തിനെതിരെ പ്രസംഗിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തൊരു ഐക്യത്തിനെതിരെ പ്രയത്നിച്ചൊരു മനുഷ്യൻ, ഒരു മഹാത്മാവാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് ആശയധാരകൾ ഒരുമിച്ച് നിന്ന് സംസാരിക്കുമ്പോൾ കോൺഗ്രസ്സിന് KPCCക്കെതിരെ എന്താണ് സ്റ്റേക്ക് എന്ന് വെച്ചാൽ, കോൺഗ്രസ് അതിൽ ആഗ്രഹിക്കുന്നത്, ആ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ KPCC എന്താണ് ആഗ്രഹിക്കുന്നത്, ഈഴവ ജനവിഭാഗങ്ങൾക്കിടയിൽ കോൺഗ്രസ് നഷ്ടപ്പെട്ടു പോയ വേരുകൾ തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യം കൂടി അതിനുണ്ടാവും. അപ്പോൾ അതിനോടുള്ള ഒരു റിയാക്ഷൻ നിലയ്ക്ക് സുധാകരൻ്റെ പ്രസ്താവന പാർട്ടിയുടെ പ്രഖ്യാപിത ലൈനല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. പാർട്ടിയുടെ പ്രഖ്യാപിത ലൈനല്ല. കാരണം MV ഗോവിന്ദ മാസ്റ്റർ തന്നെ സനാതന ധർമ്മത്തെക്കുറിച്ച് വിവിധ വേദികളിൽ ഇതിന് വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സനാതന ധർമ്മം എന്താണെന്നും അതെങ്ങനെയാണ് ജാതിവാഴ്ചയെ പിന്തുണയ്ക്കുന്നതെന്നും അത് എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമാണെന്നും MV ഗോവിന്ദ മാസ്റ്റർ തന്നെ പാർട്ടി ലൈൻ തന്നെ വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കെ സുധാകരൻ അത് പറയുന്നത് എനിക്ക് തോന്നുന്നത് നിഷാദ് ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഗ്രസിനെ ഒന്ന് തഴുകാൻ വേണ്ടിയാണോ എന്ന്. കാരണം കോൺഗ്രസ് എന്താണോ സുധാകരൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സുധാകരൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് കോൺഗ്രസിനൊന്ന് തഴുകുന്നതാവാം. അത് CPMനെ സംബന്ധിച്ചൊരു വാണിംഗ് ആണ്. അതായത് സുധാകരൻ്റെ കൺസേൺസിനെ അഡ്രസ്സ് ചെയ്യണം, അദ്ദേഹത്തെ കേൾക്കാനെങ്കിലും പാർട്ടി നേതൃത്വം തയ്യാറാവണം എന്നുള്ളതിൻ്റെ സൂചനയാണത്.